എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒബ്ജക്റ്റിനെ കുറിച്ചിട്ടാട്ടോ. അപ്പോൾ ഇതിൻ്റെ മുന്നേ നമ്മൾ ഇംഗ്ലീഷിലെ 5 ടൈപ്സ് ഓഫ് വെർബിനെ, ഏതൊക്കെയാണ് വെർബ്, V1, V2, V3, V4, V5, ഇങ്ങനെ 5 തരത്തിലുള്ള വെർബുകളെയും സബ്ജക്റ്റിനെയും കുറിച്ച് പഠിച്ചു അല്ലേ. ഇന്നത്തെ ക്ലാസ്സിൽ ഒബ്ജക്റ്റും പഠിക്കാം. ഇതോടുകൂടി ഈ ഒബ്ജക്റ്റും കൂടി പഠിക്കുന്നതിലൂടെ നമ്മൾ ഇംഗ്ലീഷ് സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ കംപ്ലീറ്റ് ആയി എന്നുള്ളതാണ് കേട്ടോ. അഥവാ എന്താണ് ഇംഗ്ലീഷ് സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ? സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് ഒബ്ജക്റ്റ്. സബ്ജക്റ്റും വെർബും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇന്ന് ഒബ്ജക്റ്റും കൂടി പഠിക്കാം. അതിനുശേഷം അടുത്ത ക്ലാസ്സിലൂടെ നമുക്ക് ഇംഗ്ലീഷ് സെൻറ്റൻസ് ഉണ്ടാക്കി പഠിക്കാം. ഇംഗ്ലീഷ് സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് ഒബ്ജക്റ്റ് ആണ് അല്ലേ. ഇനി ഉദാഹരണങ്ങൾ നോക്കൂ. നിബു പ്ലേസ് ഫുട്ബോൾ. നിബു പ്ലേസ്, നിബു കളിക്കുന്നു. എന്ത് കളിക്കുന്നു? ഫുട്ബോൾ അല്ലേ. അപ്പോൾ എന്ത് എന്നുള്ള ചോദ്യത്തിന് ഉത്തരമായിട്ട് വരുന്നത് എന്താണോ അതാണ് ഈ ഒരു സെൻറ്റൻസിലെ ഒബ്ജക്റ്റ്. എന്താണ് നിബു കളിക്കുന്നത്? ഫുട്ബോൾ. നിബു പ്ലേസ്, നിബു കളിക്കുന്നു. എന്ത് കളിക്കുന്നു? വാട്ട്, എന്താണ് കളിക്കുന്നത്? ഫുട്ബോൾ. അപ്പോൾ ഇവിടെ എന്ത് എന്ന ചോദ്യത്തിന് ഉത്തരമായിട്ട് വരുന്നത് എന്താണ്? ഫുട്ബോൾ. അപ്പോൾ ഈ ഒരു സെൻറ്റൻസിലെ ഒബ്ജക്റ്റ് ഫുട്ബോളാണ്. ഇനി അടുത്ത സെൻറ്റൻസ് നോക്കൂ. റിഷ്ദ ഗോസ് ടു സൗദി. റിഷ്ദ ഗോസ്, റിഷ്ദ പോകുന്നു. ടു സൗദി, സൗദിയിലേക്ക്. ഇപ്പോൾ റിഷ്ദ പോകുന്നു, എവിടേക്ക് പോകുന്നു? വേർ, എവിടേക്ക് പോകുന്നു? ടു സൗദി. അപ്പോൾ ഇവിടെ വേർ എന്ന ചോദ്യത്തിന് ഉത്തരമായിട്ട് വരുന്നതാണ് ഈ ഒരു സെൻറ്റൻസിലെ ഒബ്ജക്റ്റ്. വേർ എന്ന ചോദ്യത്തിന് ഉത്തരമായിട്ട് വരുന്നതാണ് ഈ ഒരു സെൻറ്റൻസിലെ ഒബ്ജക്റ്റ്. റിഷ്ദ ഗോസ്, റിഷ്ദ പോകുന്നു. വേർ, എവിടേക്ക് പോകുന്നു? ടു സൗദി, സൗദിയിലേക്ക്. അടുത്തത് ഫിദു സോ ഹിസ് ഫ്രണ്ട്. ഫിദു സോ, ഫിദു കണ്ടു. ഹിസ് ഫ്രണ്ട്, അവൻ്റെ ഫ്രണ്ടിനെ. ഫിദു സോ ഹിസ് ഫ്രണ്ട്, ഫിദു അവൻ്റെ ഫ്രണ്ടിനെ കണ്ടു. അപ്പോൾ ഫിദു സോ, ഫിദു കണ്ടു. ആരെ കണ്ടു? ഹും, ഹും, ആരെ കണ്ടത്? ഹിസ് ഫ്രണ്ട്, അവൻ്റെ ഫ്രണ്ടിനെ. അപ്പോൾ ആരെ എന്ന ചോദ്യത്തിന് ഉത്തരമായിട്ട് വരുന്നതാണ് ഈ ഒരു സെൻറ്റൻസിലെ ഒബ്ജക്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ ഇവിടെ വാട്ട്, വേർ, ഹൂം, എന്ത്, എവിടേക്ക്, ആരെ എന്നൊക്കെ ചോദിക്കുമ്പോൾ കിട്ടുന്നതാണ് സെൻറ്റൻസിലെ ഒബ്ജക്റ്റ് എന്നുള്ളത്. അപ്പോൾ ഒരു സെൻറ്റൻസിലെ ഒബ്ജക്റ്റ് എന്താണ്? വാട്ട്, വേർ, ഹും എന്നുള്ള ചോദ്യത്തിനൊക്കെ ഉത്തരം ലഭിക്കുന്നത് എന്താണോ അതാണ് ആ ഒരു സെൻറ്റൻസിലെ ഒബ്ജക്റ്റ്. ഇനി കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം നമുക്ക്. അശോക് പ്ലേസ് ക്രിക്കറ്റ്. അശോക് ക്രിക്കറ്റ് കളിക്കുന്നു. അശോക് എന്താണ് കളിക്കുന്നത്? വാട്ട് എന്ന ചോദ്യത്തിന് ഉത്തരമാണ് ഈ ഒരു സെൻറ്റൻസിലെ ഒബ്ജക്റ്റ് കേട്ടോ. അശോക് എന്താണ് കളിക്കുന്നത്? ക്രിക്കറ്റ്. അടുത്ത് സന ഡ്രോസ് എ പിക്ചർ. സന ഡ്രോസ്, സന വരക്കുന്നു. എന്ത് വരക്കുന്നു? എ പിക്ചർ, ഒരു ചിത്രം വരക്കുന്നു അല്ലേ. അപ്പോൾ ഇവിടെ എന്ത് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം വരുന്നത് എന്താണ്? എ പിക്ചർ, ഒരു ചിത്രം. അതുകൊണ്ട് ചിത്രമാണ് ഈ ഒരു സെൻറ്റൻസിലെ ഒബ്ജക്റ്റ്. അടുത്ത് നിബു ഡ്രൈവ്സ് ദ കാർ. നിബു ഓടിക്കുന്നു. എന്ത് ഓടിക്കുന്നു? ദ കാർ, കാർ ഓടിക്കുന്നു. ഇവിടെ എന്താണ് ഓടിക്കുന്നത്? വാട്ട് എന്ന ചോദ്യത്തിന് ഉത്തരം വരുന്നത് എന്താണ്? കാർ അല്ലേ. അപ്പോൾ ഇവിടെ ഏതാണ് ഒബ്ജക്റ്റ്? കാർ. അടുത്ത ഉദാഹരണം നോക്കൂ. ഫിദു ഗോസ് ടു സ്കൂൾ. ഫിദു സ്കൂളിലേക്ക് പോകുന്നു. ഫിദു എവിടേക്ക് പോകുന്നു? വേർ, എവിടേക്കാണ് പോകുന്നത്? ടു സ്കൂൾ, സ്കൂളിലേക്ക്. അപ്പോൾ ഇവിടെ ഏതാണ് ഒബ്ജക്റ്റ്? സ്കൂൾ. അടുത്തത് ദേ ഗോ ടു ദ ജിം. അവർ ജിമ്മിലേക്ക് പോകുന്നു. അപ്പോൾ ദേ ഗോ, അവർ പോകുന്നു. വേർ, എവിടേക്ക് പോകുന്നു? ടു ദ ജിം, ജിമ്മിലേക്ക്. അപ്പോൾ ഇവിടെ ഏതാണ് ഒബ്ജക്റ്റ്? ജിം അല്ലേ. അടുത്തത് ദേ വെൻറ്റ് ടു ദ പാർക്ക്. ദേ വെൻറ്റ് ടു ദ പാർക്ക് എന്ന് പറയുമ്പോൾ ദേ വെൻറ്റ്, അവർ പോയി. എവിടേക്ക് പോയി? ടു ദ പാർക്ക്, പാർക്കിലേക്ക് പോയി. അപ്പോൾ വേർ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം വരുന്നത് എന്താണ്? ദ പാർക്ക്, പാർക്കിലേക്ക്. അപ്പോൾ വേർ എന്ന ചോദ്യത്തിന് ഉത്തരം വരുന്നതാണ് ഈ ഒരു സെൻറ്റൻസിലെ ഒബ്ജക്റ്റ് അല്ലേ. അടുത്തത് നിബു റെസ്പെക്ട്സ് ഹിസ് പാരൻസ്. നിബു റെസ്പെക്റ്റ് ചെയ്യുന്നു. ആരെ റെസ്പെക്റ്റ് ചെയ്യുന്നു? ഹും, ആരെയാണ് റെസ്പെക്റ്റ് ചെയ്യുന്നത്? ഹിസ് പാരൻസ്, അവൻ്റെ രക്ഷിതാക്കളെ. അപ്പോൾ ആരെ എന്ന ചോദ്യത്തിന് ഉത്തരം വരുന്നതാണ് ഈ ഒരു സെൻറ്റൻസിലെ ഒബ്ജക്റ്റ് അല്ലേ. അടുത്ത് നമുക്ക് ഒബ്ജക്റ്റ് പ്രോണൗൺസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഒബ്ജക്റ്റ് പ്രോണൗൺസ് എന്നറിയപ്പെടുന്നത് ഏതൊക്കെയാണ്? മീ, യു, ഹിം, ഹെർ, ഇറ്റ്, അസ്, ദം എന്നിവയാണ് ഒബ്ജക്റ്റ് പ്രോണൗൺസ്. ഇപ്പോൾ മീ എന്നാൽ എന്നെ എന്നാണ് അർത്ഥം കേട്ടോ. യു എന്നാൽ നമ്മൾ ആദ്യം പറഞ്ഞില്ല, സബ്ജക്റ്റ് പ്രോണൗണിൽ നമ്മൾ ആദ്യം പറഞ്ഞു യു എന്നാൽ നീ, നിങ്ങൾ എന്നൊക്കെ അർത്ഥമുണ്ട്. അതേപോലെ ഒബ്ജക്റ്റ് പ്രോണൗണും യുവിൻ്റെത് എന്താണ്? യു തന്നെയാണ്.
യുവിൻ്റെ അർത്ഥം എന്താണ്? നിന്നെ. നിന്നെ എന്നാണ് അർത്ഥം വരിക. അടുത്തത് ഹിം. ഹിം എന്നാൽ അവനെ എന്നാണ് അർത്ഥം കേട്ടോ. ഹിം എന്ന ഒബ്ജക്റ്റ് പ്രോണൗണിൻ്റെ അർത്ഥം എന്താണ്? അവനെ. ഹർ എന്നാൽ അവളെ. ഇറ്റ് എന്നാൽ ഇതിനെ. അസ് എന്നാൽ ഞങ്ങളെ. ദം എന്നാൽ അവരെ. മീ എന്നെ. യു നിന്നെ. ഹിം അവനെ. ഹർ അവളെ. ഇറ്റ് ഇതിനെ. അസ് ഞങ്ങളെ. ദം അവരെ. ഇതാണ് ഒബ്ജക്റ്റ് പ്രോണൗൺസ്. ഇനി നമുക്ക് ഈ ഒബ്ജക്റ്റ് പ്രോണൗൺസ് വെച്ചുകൊണ്ട് കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം. ഇവിടെ നമ്മൾ എല്ലാ സെൻറ്റൻസും തുടങ്ങുന്നത് സബ്ജക്റ്റ് പ്രോണൗണിലാണ്, അവസാനിക്കുന്നതോ ഒബ്ജക്റ്റ് പ്രോണൗണിലും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാ സെൻറ്റൻസും സബ്ജക്റ്റ് പ്രോണൗണിൽ തുടങ്ങിയിട്ട് ഒബ്ജക്റ്റ് പ്രോണൗണിൽ അവസാനിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യത്തെ ഉദാഹരണം, ദേ കോൾ മീ. ദേ കോൾ മീ എന്ന് പറഞ്ഞാൽ അവർ എന്നെ വിളിച്ചു. ദേ കോൾ മീ. അപ്പം മീ എന്നാൽ എന്താ അർത്ഥം? എന്നെ. അടുത്തത് ഐ ലൈക്ക് യു. ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നു. നിന്നെ. യു എന്നുള്ളത് എന്താ അർത്ഥം വന്നത്? നിന്നെ. വി അഡ്വൈസ്ഡ് ഹിം. വി അഡ്വൈസ്ഡ് ഹിം എന്ന് പറഞ്ഞാൽ എന്താണ്? ഞങ്ങൾ അവനെ ഉപദേശിച്ചു. ഹിം എന്നാൽ എന്താ അർത്ഥം? അവനെ. അടുത്തത് ഷീ ഇൻവൈറ്റഡ് ഹർ. ഷീ ഇൻവൈറ്റഡ് ഹർ എന്നാൽ എന്തർത്ഥം? ഷീ എന്നാൽ എന്താണ്? ഷീ എന്ന സബ്ജക്റ്റ് പ്രോണോൻ്റെ അർത്ഥം എന്താണ്? അവൾ അല്ലേ? അവളെ ക്ഷണിച്ചു. ഷീ എന്നാൽ അവളാണ്. ഷീ ഇൻവൈറ്റഡ് ഹർ എന്നാൽ അവളെ ക്ഷണിച്ചു. ഹെർ എന്നതിൻ്റെ അർത്ഥം എന്താണ്? ഹെർ എന്ന ഒബ്ജക്റ്റ് പ്രോണോണിൻ്റെ അർത്ഥം എന്താണ്? അവളെ അല്ലേ? അപ്പോൾ ഷീ ഇൻവൈറ്റഡ് ഹെർ എന്നാൽ അവളെ ക്ഷണിച്ചു. അടുത്തത് ഹി ലൈക്ക് ഇറ്റ്. അവൻ ഇത് ഇഷ്ടപ്പെടുന്നു. ഇറ്റ് എന്നുള്ളത് നമുക്കൊരു കാറിനെ സൂചിപ്പിക്കാം അല്ലേ? ഇറ്റ് എന്നുള്ളതൊരു വസ്തു എന്തോ ആകാം. അപ്പോൾ നമ്മളിവിടെ ഒരു കാറ് എന്നാണ് നമ്മളിവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഹി ലൈക്ക് ഇറ്റ്, അവൻ ഈ കാറിനെ ഇഷ്ടപ്പെടുന്നു അല്ലേ? ഹി ലൈക്ക് ഇറ്റ് എന്നാൽ അവൻ ഈ കാറിനെ ഇഷ്ടപ്പെടുന്നു. യു സേവ് അസ്. നിങ്ങൾ ഞങ്ങളെ രക്ഷിക്കുന്നു. യു സേവ് അസ് എന്നാൽ നിങ്ങൾ ഞങ്ങളെ രക്ഷിക്കുന്നു. അടുത്തത് ഇറ്റ് വാച്ച് ദം. ഇറ്റ് വാച്ച് ദം എന്ന് പറഞ്ഞാൽ ഇത് അവരെ നിരീക്ഷിക്കുന്നു. വാച്ച് എന്താണ്? നിരീക്ഷിക്കുക. ദം എന്ന ഒബ്ജക്റ്റ് പ്രോണൗണിൻ്റെ അർത്ഥം എന്താണ്? അവരെ. ഇറ്റ് എന്നുള്ളത് നമ്മൾ ക്യാറ്റായിട്ട് കരുതുകയാണെങ്കിൽ ഇറ്റ് ജന്തുക്കളും വസ്തുക്കളൊക്കെ ആയിട്ട് നമുക്ക് പരിഗണിക്കാം. അപ്പോൾ ഇറ്റ് എന്നുള്ളത് നമ്മൾ ഇവിടെ പരിഗണിക്കുന്നത് ഒരു ക്യാറ്റായിട്ടാണ്. അപ്പോൾ ക്യാറ്റ് വാച്ച് ദം, പൂച്ച അവരെ നിരീക്ഷിക്കുന്നു. ഇനി വീണ്ടും അടുത്ത ക്ലാസ്സിൽ ബാക്കി പഠിക്കാം. താങ്ക് യു.